നമ്മളിൽ പലർക്കുമുള്ള ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള പലരും നേരിടുന്ന ഒരു പരാതിയാണ് ഉറക്കത്തിനിടയിലുള്ള കൂർക്കവലി. ചിലപ്പോൾ ഇത് വെറും ഒരു ശബ്ദം മാത്രമായിരിക്കില്ല, സ്ലീപ്പ് ആപ്നിയ എന്ന ഒരു കണ്ടീഷൻ ആയിരിക്കാം. എന്താണ് സ്ലീപ്പ് ആപ്നിയ, ഇതിന്റെ ലക്ഷണങ്ങളും കാരണങ്ങളും എന്തൊക്കെയാണെന്നും ഇങ്ങനെ ഇത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നും ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് ഉറക്കത്തിനിടയിൽ നമ്മുടെ ശ്വസനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഏതാനും സെക്കൻഡ് മുതൽ ഏതാനും മിനിറ്റുകൾ വരെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സ്ലീപ്പ് ആപ്നിയ എന്ന കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ ഉറക്കത്തിനിടയിൽ നമ്മൾ പെട്ടെന്ന് ശ്വാസം കിട്ടാതെ ഉണരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. അത് 3 തരത്തിലുണ്ട്. അതായത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. ഉറങ്ങുമ്പോൾ തൊണ്ടയിലെ പേശികൾ അയഞ്ഞു പോകുന്നത് വഴി വായു സഞ്ചാരം ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ രണ്ടാമത്തേതാണ് സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ശ്വസനം നിയന്ത്രിക്കുന്ന മസിൽസിന് വേണ്ടിയിട്ടുള്ള നെർവ് സിഗ്നൽസ് കൊടുക്കുന്നതിൽ തടസ്സം വരും. അതാണ് സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. മൂന്നാമത്തേതാണ് ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒരു അവസ്ഥ. അതിനെ മിക്സഡ് സ്ലീപ്പ് ആപ്നിയ, കോംപ്ലക്സ് സ്ലീപ്പ് ആപ്നിയ എന്നൊക്കെ പറയാറുണ്ട്. ഈ രണ്ട് അവസ്ഥയും കൂടെ ഒരുമിച്ച് കാണപ്പെടും. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഉച്ചത്തിലുള്ള കൂർക്കംവലി. പക്ഷേ ഈ ഉച്ചത്തിലുള്ള കൂർക്കംവലി ചിലരിൽ കാണണമെന്നില്ല. എങ്കിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ശ്വാസമുട്ട് ഉണ്ടാവുക, ശ്വാസ തടസ്സം വന്ന് എഴുന്നേൽക്കുക എന്നുള്ളൊരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ഉറക്കം കംപ്ലീറ്റ് ആവില്ല. പകല് മുഴുവൻ അമിതമായിട്ടുള്ള ക്ഷീണം, ജോലി ചെയ്യുന്ന സമയത്ത് പോലും ഉറക്കം വരുന്ന ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഓർമ്മക്കുറവ് വരാം, ഇങ്ങനെയുള്ള സിംറ്റംസും കണ്ടുവരാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സിവിയർ ആയിട്ടുള്ള തലവേദന വരും. എഴുന്നേക്കാൻ തന്നെ തോന്നാത്ത രീതിയിലുള്ള അമിതമായിട്ടുള്ള ക്ഷീണവും തലവേദനയും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ആദ്യമൊക്കെയാണ് കൂടുതലായിട്ടും സ്ലീപ്പ് ആപ്നിയ എന്ന അവസ്ഥ വരാൻ സാധ്യത കൂടുതൽ എന്ന് നമുക്ക് നോക്കാം. അമിതമായിട്ട് വണ്ണമുള്ളവർ, പ്രത്യേകിച്ച് കഴുത്തിന്റെ ഭാഗത്ത് അമിതമായിട്ട് വണ്ണമുള്ളവർക്ക് ശ്വാസതടസ്സം ഉണ്ടാവുകയും ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരവസ്ഥയാണ്. അതായത് കഴുത്തിന് ചുറ്റുമുള്ള കൊഴുപ്പ് നമ്മുടെ ശ്വാസനാളത്തെ ഞെരുക്കാം. ഇതാണ് അതിന്റെ ഒരു റീസൺ. കഴുത്തിന് ചുറ്റും ഫാറ്റ് അമിതമായിട്ടുള്ളവർക്ക് സ്ലീപ്പ് ആപ്നിയ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ കൂടുതലായിട്ടും പ്രായം കൂടുന്നവരിലാണ് സ്ലീപ്പ് ആപ്നിയ കണ്ടുവരുന്നത്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് കൂടുതലായിട്ടും സ്ലീപ്പ് ആപ്നിയ കണ്ടുവരുന്നത്. അതുപോലെ അമിതമായിട്ട് മദ്യപാനം, പുകവലി എന്നിവയുള്ളവർക്ക് ഇതിന്റെ ആ ഒരു ആക്കം കൂടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ്. അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കുക ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതുപോലെ ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുക, റെഗുലർ ആയിട്ടുള്ള നടത്തം, ഡീപ് ബ്രീത്തിങ് എക്സസൈസ് പോലുള്ള വ്യായാമങ്ങൾ ഇവയൊക്കെ റെഗുലർ ആയിട്ട് ചെയ്യുക. മദ്യപാനം, പുകവലി ഇവയൊക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. അതുപോലെ ഉറങ്ങുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മലർന്ന് കിടന്ന് ഉറങ്ങുന്നതിന് പകരം ഏതെങ്കിലും ഒരു സൈഡ് ചെരിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ CPAP മെഷീൻ ഒക്കെ അവൈലബിൾ ആണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം CPAP മെഷീൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ശ്വസനം നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കും. CPAP മെഷീൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്ന് പറയുന്ന ഒരു മെഷീനാണ് CPAP. ഈ ഒരു മെഷീൻ നമ്മുടെ എയർവേസ് ഓപ്പൺ ആക്കി വെക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഉറക്ക തടസ്സം വരില്ല, നമുക്ക് ബ്രീത്തിങ് പ്രോപ്പർ ആയിട്ട് നടക്കാൻ ഇത് സഹായിക്കും. അത് എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അത് യൂസ് ചെയ്യുക. സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. സ്ഥിരമായിട്ട് സ്ലീപ്പ് ആപ്നിയ എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് കാലക്രമേണ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും അതുപോലെ ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്നതിനുമൊക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് രാത്രിയിൽ ഉച്ചത്തിൽ കൂർക്കവലി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ശ്വാസതടസ്സം അനുഭവപ്പെടുകയോ സ്ഥിരമായിട്ട് തന്നെ ശ്വാസതടസ്സം അനുഭവപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ, പകൽ സമയത്ത് അമിതമായിട്ടുള്ള ക്ഷീണം, ഉറക്കം വരൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് സ്ലീപ്പ് സ്റ്റഡി നടത്തുന്നത് നന്നായിരിക്കും. ഈ സ്ലീപ്പ് സ്റ്റഡി നടത്തുന്നത് വഴി നമുക്ക് സ്ലീപ്പ് ആപ്നിയ എന്ന അവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കും.